ഇവിടെ ഒരു എടുക്കുന്ന ഇന്നത്തെ ഈ രാശി ചിന്തനം ഒരു പൃഷ്ടാവ് ഭരണി നക്ഷത്രത്തിൽ സംജാതനായ പൃഷ്ടാവ് എന്നോട് ചോദിച്ചതും പ്രകാരം അദ്ദേഹത്തിൻ്റെ ഭരദേവതയെ അറിയണം, അതോടൊപ്പം തന്നെ ഉപാസനാമൂർത്തിയെ അറിയണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി എടുക്കുന്ന രാശി പ്രശ്നമാണിവിടെ. അപ്പം ഇത് താല്പര്യമുള്ളവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഞാൻ പലരുടെയും ഭരദേവതയെ അറിയുന്നതിന് വേണ്ടിയുള്ള രാശിയും പിന്നെ രാശി എടുക്കുന്നതിൻ്റെ പ്രാഥമിക ചിട്ടകൾ എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിരന്തരം കാണുന്നവർക്ക്, എല്ലാ എപ്പിസോഡും വിട്ടുപോകാതെ കാണുന്നവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ അതിനുള്ള രാശിക്കുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഹരിയോം ഹരിയോം ഹരിയോം. ഭഗവാനി മുരുക, ഭഗവാനി വേലായുധ, ഭഗവാനി ധാരാളവിസാരി കുണ്ടലഭരം സിംഹാസനാധ്യാസനം കുഞ്ചൽ പത്രസുപ്നുപ്തകുണ്ഡലമതീശ്വാസദ്യദൂർദയം നീലക്ഷരമൂർത്തീനജലദശ്യാമം പ്രഹാസത്യലസ്വായുധാശ്യജംസരക്തസകടാജൽപം ഹൃദയദാരികം സ്ഫുരന്മകുടപത്രകുണ്ടലവിഭൂഷിതം ചെമ്പകസുജാതരിതരന്ധരം കരയുദേന ശക്തിം പ്രവിന്ദധാനം ലീകലീകലീകലിതവാമഹസ്തേഷ്ടബന്ധുഹം ദുസ്പ്രണഭാസുരം സ്മരതു ഗീതവാസുവോ ഭഗവാനി. ഓം ഗച്ഛദ്ഭുവേ നമഃ, ഓം ഗച്ഛദ്ഭുവേ നമഃ, ഓം ഗച്ഛദ്ഭുവേ നമഃ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഓം ഗും ഗുരുവേ നമഃ, ഓം ഗും ഗുരുവേ നമഃ, ഓം ഗും ഗുരുവേ നമഃ. ഓം ഗം ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗണാനാം ത്വാ ഗണപതി ഹവാമഹേ കവിം കവീനാമുപവസ്ത്രസ്തമം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശ്രീനന്ദസാരണം. ശ്രീ മഹാഗണപതി നമഃ. ഓം രതിദിദ്യോരതിരന്തരിക്ഷമതിർമാതാ സവിതാ സപുത്ര വിശ്വേ ദേവാദിപഞ്ചജനാദിദുര്യാദുർജനിത്വം. ഓം ആദിദേ നമഃ. ഭഗവാനേ സതസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യകാര്യം സരീം മേധാമി ആശ്രിതം മേധാം ദേവനാമിതോ വാസുദേവയാമാമദ്യമേധായ മേധാവിനം കുരു മേധാം മേ വരുണോ ദദാതു മേധാം പ്രജാവലി മേധാമിന്ദ്രക്ഷവായു മേധാം ധാതാ ദദാതു മേ ഇതം മേ ബ്രഹ്മചക്ഷത്രം ശോഭേ ശ്രീയമസ്മൃതാം മേ ദേവാദരു ശ്രീയമുത്തമം ദസ്യതേ മേധാദേവീഷമാണാം നാഗാദൃക്ഷ്വാജി ഭദ്രം സുമനസ്യമാനാദയാനിഷ്ടാനുപമാനാഹൃത്താൻ ബൃഹദ്വദീവന്ദേ സുമീര ദ്വയാദിഷ്ടഋഷി ഭവതി ദേവീ ദ്വയാ ബ്രഹ്മാഗതസ്ത്രീന്ദതന്വയാ ദ്വയാദിഷ്ടഛിദ്രം വിന്ദദേവസ്വസാനോ യശസ്തുദ്രോണോ നവീദേ മേധാം മേന്ദ്രോ ദദാതു മേധാം ദേവീ സരസ്വതി മേധാം മേ അശ്വിനാമുഭാവാദാം പുഷ്കരസ്തയ അപ്സരാസു ദയാ മേധാ ഗന്ധർവേഷു ദയാത്മനാ ദേവി മേധാ സരസ്വതി താമാം മേധാ സുരദുർവിശതാം സ്വാഹ മാമാം മേധാ സുരദുർവിശ്വരൂപാ ഹിരണ്യവർണ യഗുദിജഗന്യാമുദ്യമാനാ സാമാം മേധാ സുപ്രദീകാരിസന്ദ മേ മേധാം മേ പ്രജാ മേ യജ്ഞസ്തേജോ ദദാതു മേ മേധാം മേ പ്രജാം മേ ഇന്ദ്രേന്ദ്രിയം ദദാതു മേ മേധാ മേ പ്രജാം മേ സൂര്യോ പ്രാജോ ദദാതു. ഭഗവാനി കൈലാസാദ്രീശോണി സുവിടവിതരീസാരിക്ക് മണ്ഡലീകന്മാദാരാദിരോവരി സരിതസുതം സേവ്യമാനം സുരം സേജാനക്തം വാമബാഹം മൃഗമപി പരിശം ജ്ഞാനം ഗ്രാംബഹന്തം നാഗോപദ്യോവഷ്ടം ദദവിശ്രമേ ജ്ഞാനം ചാനന്ദി മൂർത്തിപരികൽപ്പിത ശശമൃഗോ വർത്തമാന പുനർജന്മനാമന്യേ ധ്യാനവിതാം സുധിച്ഛേദിതാം ഭർത്താമരുജ്യോതിഷാം ലോകാനാം സുദുഃഖേജതാം ഭർത്താമരുജ്യോതിഷാം ലോകാനാം
ശിശുദൂർമാനസ്സുനജന്മനാമൃതാം സുദീക്ഷേതാം ഭർത്താമരജ്യോതിഷ ലോകാനാം പ്രളയോദയസ്തുതിവിസഞ്ജാനിർഗാസ്തുനൈകിരണത്തൈലോക്യദീപോലും മധ്യാടവിതം തൃപ്തസിന്ധുകന്യാധവം ധിയാധ്യായാനി സദ്ഭം ബുദ്ധൈ സിദ്ധൈ ഗുരുഭ്യഗ്രഹേഭ്യമയാവധൂയമേ പ്രസന്നമനസ്സേവേ സത്യാം ബന്ധുഭാരി നമ ശ്രീമംഗലശ്രേണീ നിവാസായ മഹാത്മനി സർവം ജ്ഞാനം വിദൈവജ്ഞായ സജ്ഞാതസ്തി തന്നാമേനാസ്യ വിക്ഷത ഭൂതേജവർത്തമാനീ ഭവിഷ്യതി ശിവാശുഭാനി ചേതാനി ചിന്തസ്യ വിശേഷതാ സംഭവാസംഭവാജന്യാന്യർത്ഥപുത്രഗ്രഹാദിഷു ശുഭാശുഭാനി താനി അന്യാനി ഭഗവാൻ ഭഗവാനി നാരായണ ഭഗവാനി ചന്ദ്രാനി ഈ പിതാവിൻ്റെ ഭരണി നക്ഷത്രം ഭഗവാനി ആ പൃഷ്ടാവ് എന്നോട് വീഡിയോ കോളിൽ വന്നിട്ട് എന്നോട് ചോദിച്ചതും പ്രകാരം ആ പൃഷ്ടാവിനെ ഞാൻ കണ്ടു. ആ പൃഷ്ടാവിനെ കണ്ടതിന് പ്രകാരം അദ്ദേഹത്തിൻ്റെ പേരും നക്ഷത്രവും ഞാനിവിടെ സ്മരിച്ച് ആ പൃഷ്ടാവിൻ്റെ ഭരദേവത ആരാണെന്ന് അറിയാൻ വേണ്ടി എടുക്കുന്നു. ഗ്രഹനില നോക്കി ഭരദേവത ഇന്നതിന്നത് ആണെന്ന് കണ്ടു. പക്ഷേ അത് നമ്മൾ രാശിയിൽ കൂടി തന്നെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ രാശി എടുക്കുന്നത്. ഭരദേവത എനിക്ക് കാണിച്ചു തന്നാലും ഭഗവാനെ ഹരി ഓം ഹരി ഓം ഹരി ഓം മുരുകാ ഗുരുവേ 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 ഭഗവാനി വൃശ്ചിക മീന കർക്കിടക വൃശ്ചിക മീനം കർക്കിടകം വൃശ്ചികം മീനം കർക്കിടകം വൃശ്ചികം മീനം. അപ്പം കർക്കിടകം ആരൂഢം അപ്പോൾ ഇവിടെ കർക്കിടകൻ രാശി ആരൂഢമായിട്ട് ഇപ്പം ആരൂഢത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആദിത്യനുണ്ട്, ബുധനുണ്ട്, ഗുളികനുണ്ട്. അപ്പോൾ ഇവിടെ കർക്കിടകം രാശിയുടെ ദേവതയെന്ന് പറയുമ്പം ചന്ദ്രനാണ്, ദുർഗാ ഭഗവതിയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആരൂഢം കർക്കിടകം ദുർഗയുടെ രാശി ആരൂഢമായിട്ട് വന്നു. 1, 2, 3, 4 5 ഭാവാധിപതി 6, 7, 8, 9. അപ്പോൾ ഇവിടെ 5 ഭാവാധിപതി 1, 2, 3, 4, 5, 6, 7, 8 5ഉം 8ഉം. ഇവിടെ ആരൂഢത്തിന് ദുർഗ, 5 ഭാവാധിപതി ചൊവ്വ, അതായത് ഭദ്രയാണ്, ഭദ്രാഭഗവതിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില പഠിച്ചിട്ട് അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ വിഷ്ണുവിൻ്റെ അംശമുണ്ട് ആ ഭരദേവതാ സ്ഥാനത്ത്. ശിവൻ്റെ അംശം എഴുതിയിട്ടുണ്ട്. ഭദ്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. ദുർഗയ്ക്കും എഴുതിയിട്ടുണ്ട്. ഗ്രഹനിലയിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫലവും അത് തന്നെയാണ് കർക്കിടകൻ രാശിക്ക്. അപ്പോൾ അവിടെ ദുർഗയ്ക്കും ഭദ്രയ്ക്കും ശിവൻ്റെ അംശം, വിഷ്ണുവിൻ്റെ അംശമൊക്കെ ഉള്ള ക്ഷേത്രമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പം ഈശ്വരാധീനം മറഞ്ഞു എന്നുവെച്ചാൽ 12-ലായിപ്പോയി വ്യാഴം. പക്ഷേ നമ്മൾ ഈശ്വരാധീനമല്ല നമ്മൾ നോക്കിയത്. അപ്പം അത് കൂട്ടി വായിക്കേണ്ടി വരും. നമുക്ക് ഭരദേവതയൊക്കെ കാണിച്ചു തന്നു. പക്ഷേ ഈശ്വരൻ വ്യാഴം അനുകൂലിച്ചില്ല, 12-ലാണ്. അപ്പോൾ വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ ഭരദേവതാ സ്ഥാനത്തുള്ള എല്ലാ ദേവതമാരും നമുക്ക് ബാധ്യത. അതുകൊണ്ടാണ് ഗുളികനും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫലം
വ്യാഴം അനുകൂലിച്ചില്ല. അതിൻ്റെ അർത്ഥം വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ഭരദേവതയൊക്കെ ഭഗവാൻ കാണിച്ചു തന്നു. നിങ്ങൾ കണ്ടോളൂ, അറിഞ്ഞോളൂ, ഞങ്ങളാണ് ഭരദേവത, ഞങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങളാരും നിങ്ങൾക്ക് അനുഗ്രഹത്തിലല്ല, അനുഗ്രഹം ചൊരിയാൻ ഞങ്ങളെ കൊണ്ട് കഴിവില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാധയിലായ നിങ്ങൾ ശുദ്ധി ആക്കി, ഞങ്ങളെ ബാധാദോഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തി തരണം. ഞങ്ങളും ബാധയില്ല, നിങ്ങളും ബാധയില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു ഫലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഭരദേവത ഭദ്ര ദുർഗയ്ക്ക് സ്ഥാനമുള്ള ഭദ്ര ദുർഗ, അതിൽ ഇവിടെ അഞ്ചാം ഭാവാധിപതി 3-ലാണ്. അപ്പം തന്നെ നമുക്ക് വിചാരിക്കാം ഭരദേവതയൊക്കെ കാണിച്ചു തന്നു ഞാനാ, പക്ഷേ 3-ാം ഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ 3-ാം ഭാവത്തിൻ്റെ ഒക്കെ ഫലം നമ്മൾ പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ദേവതയെ കൊണ്ട് നമ്മൾ ഫലം പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ ഭരദേവതയാകുന്ന ചൊവ്വ, അല്ലെങ്കിൽ ആ ചൊവ്വ ഇവിടെ ഭരദേവതയായിട്ട് ചൊവ്വയായിട്ട് തന്നെയാണ് 3-ൽ നിന്നാൽ സുബ്രഹ്മണ്യകൃതമായിട്ടുള്ള രോഗവും ഭൈരവൻ മുതലായിട്ടുള്ള അങ്ങനെ ഉള്ള ദേവതമാരെ കൊണ്ടുള്ള പീഡയുമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദേവത നിർണയം ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നു. അപ്പോൾ ഏതായാലും ഭരദേവത ഭദ്രാ ഭഗവതിയും ദുർഗാ ഭഗവതിയാണ്. ആ സ്ഥാനത്ത് നമുക്ക് 5-ാം ഭാവാധിപതിയായിട്ട് വന്നിരിക്കുന്നത് ചൊവ്വയാണ്. അപ്പോൾ നമുക്ക് ഭദ്രാ ഭഗവതിയെ തന്നെ ഭരദേവതയായിട്ട് അത് തന്നെ സ്ഥാനം. നമ്മൾ ഗ്രഹനിലയിൽ എഴുതി തന്നിരിക്കും, ജാതകത്തിൽ എഴുതി തന്നിരിക്കുന്നുള്ള അതേ ദേവതമാരൊക്കെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഭഗവതി വിഷ്ണുവിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ശരിക്കും ഉപാസനാ മൂർത്തിയായിട്ട് ഇദ്ദേഹത്തിന് ആരെയാണ് ഉപാസിക്കേണ്ടതെന്ന് അതറിയാനുള്ള പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അപ്പം ഭഗവാനി ആരായിരുന്നു? ഭഗവാനി ദുർഗാ, ഭഗവാനി ദുർഗി, ഗുരുവായൂരപ്പ, ഭഗവാനി മഹാദേവ, ധർമ്മശാസ്ത്രാവി, ഭഗവാനി അമ്മി മഹാമായി, ഭഗവാനി നാരായണ, ഭഗവാനി ഈ കൃഷ്ണാവിൻ്റെ ഉപാസനാമൂർത്തി അറിയാനായിട്ട് ഭഗവാനി. ഇതിൽ ഈ എടുക്കുന്ന രാശിയിൽ ഭഗവാനെ 5-ാം ഭാവവും 9-ാം ഭാവത്തിനും ഭഗവാൻ ഉപാസനാമൂർത്തി ഭഗവാൻ 5-ാം ഭാവം കൊണ്ട് എനിക്ക് കാണിച്ചു തന്നാലും ധാരാളമാണ്. ഭഗവാൻ 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 നാരായണ ഭഗവാൻ. കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം ഭഗവാൻ, വൃശ്ചികം, മീനം, കർക്കിടകം, മീനം, കന്നി. അപ്പോൾ ഇവിടെ നമുക്ക് കന്നി രാശിയാണ് ആരൂഢമായിട്ട് വന്നിരിക്കുന്നത്. ആരൂഢത്തിൽ തന്നെ ചൊവ്വയാണ്. ചൊവ്വ ആരൂഢത്തിലാണ്. അപ്പോൾ ഇവിടെ കന്നിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇവിടെ 5-ാം ഭാവം മകരം രാശിയാണ് വന്നിരിക്കുന്നത്. മകരം രാശിക്ക് ഇവിടെ ശനിയാണ്. അപ്പം
ശാസ്താവ്. ആറ് ഏഴ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7. ലഗ്നം. അപ്പോൾ നമുക്കിവിടെ ഈ ഭരദേവതയാകുന്ന ദേവത, അതായത് ഭദ്രാഭഗവതിയാണ്. ഈ ഭദ്രാഭഗവതിയെ കൊണ്ട് നമ്മളും ആദ്യത്തെ രാശിയിൽ 3-ാം ഭാവം വന്നു നിൽക്കുന്ന അതേ ചൊവ്വ ആരൂഢത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ആരൂഢാധിപതിയാകുന്ന ബുധനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രാശിയിൽ നമ്മൾ പരിദേവത ചിന്തിക്കുന്ന സമയത്ത് അവിടെ ബുധനായിട്ടുണ്ട്. ആരൂഢാധിപതി ഇപ്പം നമുക്ക് 11-ലാണ്, ഈ രാശിക്ക് 11-ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നോട് ചോദിച്ച ഈ പ്രഷ്ടാവ് ശരിക്കും ഉപാസനാമൂർത്തി ശരിക്കും ശാക്തേയം തന്നെയാണ്, ദേവി തന്നെയാണ്. ഇപ്പം ദേവിയെയാണ് ഉപാസിക്കേണ്ടത്. ഭദ്രാഭഗവതിയാവുന്ന ഭദ്രകാളി ദേവിയെ തന്നെ ഉപാസിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഇവിടെ ഫലം കാണിച്ചിരിക്കുന്നത്. ഞാനിത് ഈ ഭദ്രാഭഗവതിയെ പൂജിക്കണം അല്ലെ അതായിരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഏതോ ഒരു ഫോണിൽ ഒരു മെസ്സേജ് വന്നൊരു മണിയടി കേട്ടു. അപ്പം അത് തന്നെയാണ് ഉപാസനാമൂർത്തി, ദേവിയാണ്, ശാക്തേയമാണ്. ഹരിയോം ഹരിയോം ഹരിയോം. അപ്പം താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരദേവതയെ നമുക്ക് വ്യാഴം അനുകൂലിച്ചില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഉപാസനാമൂർത്തിയെ നോക്കുന്ന സമയത്ത് നമുക്ക് വ്യാഴം നമ്മളിപ്പം ഈ കന്യരാശി നമുക്ക് ആരൂഢമായിട്ട് വന്നു, ആരൂഢത്തിൽ ചൊവ്വ നിൽക്കുന്നു. അപ്പം 2-ാം ഭാവാധിപതിയാകുന്ന ഉദയലഗ്നം 2-ൽ വന്ന് നിൽക്കുകയാണ് ഈ സമയം. അപ്പം ആദ്യത്തേതിൽ ഈശ്വരാധീനം കണ്ടില്ല, 2-ാമത്തെ എടുത്ത് രാശിയിൽ ഉപാസനാമൂർത്തിയെ കണ്ടെങ്കിലും ആരൂഢം തടുത്തു. ഉദയലഗ്നം 2-ലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞെങ്കിലും പക്ഷേ നമ്മളിത് അറിഞ്ഞു. പക്ഷേ ഭരദേവതയാകുന്ന ഭരദേവതാ സ്ഥാനത്തുള്ള ദേവതയെ, ഈ ഭദ്രാഭഗവതിയെ, ഈ ദേവിയെ പ്രീതിപ്പെടുത്തണമെന്ന് തന്നെയാണ് 2-ാമത്തെ രാശിയിലും ആരൂഢത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ആദ്യത്തെ രാശിയുടെ 3-ാം ഭാവം ഈ രാശിയുടെ ആരൂഢത്തിൽ വന്നു. 2-ൽ ഉദയലഗ്നം, അതായത് ശുക്രൻ്റെ രാശിയാണ്. 2-ൽ ഉദയലഗ്നവും ചന്ദ്രനുമാണ്. അപ്പം നമ്മൾ ആദ്യം എടുത്ത ആ ഭരദേവതാ സ്ഥാനത്ത് ആരൂഢത്തിൻ്റെ അധിപതിയാകുന്ന ചന്ദ്രൻ തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരദേവത ഞാൻ പറഞ്ഞു ചൊവ്വയ്ക്കും ദുർഗയ്ക്കും, അതായത് ഭഗവതിക്കും ഭദ്രാഭഗവതിക്കും ദുർഗയ്ക്കും സ്ഥാനമുള്ള ക്ഷേത്രം. അപ്പോൾ ആ ദുർഗ തന്നെ വന്നിട്ട് ഉദയലഗ്നത്തിൻ്റെ കൂടെ നിന്നിട്ട് ആരൂഢം തടുത്തിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഭഗവതിയെ, ഭരദേവതാ സ്ഥാനത്തുള്ള ഭഗവതിമാരെ, ദേവന്മാരെ, അവിടെയുള്ള എല്ലാ ദേവതയും പ്രീതിപ്പെടുത്തിയിട്ട് മാത്രം ഉപാസനയായിട്ട് മുന്നോട്ട് പോവുക. ആദ്യം അവിടെ പ്രീതിപ്പെടുത്തേണ്ട കർമ്മമാണ് അവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ അവിടെ ക്ഷേത്രത്തിൽ പോയി എണ്ണാപ്പണം, അതിന് പിടിപ്പണമെന്നൊക്കെ പറയാം, മുട്ടി പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിച്ച് ദേവിയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. ദേവിയുടെ കണ്ണ് തുറന്ന് നമ്മളെ കാണത്തക്ക രീതിയിൽ നെയ്വിളക്കം കൊണ്ട് തെളിക്കുക. പുഷ്പം, അലങ്കാരം, നിറമാലയൊക്കെ കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ദേവിക്ക് ആവശ്യമുള്ള ആഗ്രഹത്തിൽ ദേവിക്ക് എന്താണോ അവിടെ പ്രധാന നിവേദ്യം എന്താണോ അതൊക്കെ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കാര്യങ്ങളുമൊക്കെ അങ്ങോട്ട് ചെയ്യിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ പിടിപ്പണം നമ്മൾ ഇദ്ദേഹത്തിന് ഭരദേവതയെ അറിയില്ല എങ്കിൽ, ആദ്യമായിട്ടാണ് അറിയുന്നത് എങ്കിൽ നമ്മൾ പിടിപ്പണം
ചുമന്ന പട്ടിനകത്ത് 3 കൈ കണ്ണടച്ചിട്ട് ഭക്തിയോടെ സ്മരിച്ച് 3 പ്രാവശ്യം പണം വാരണം. എണ്ണാപ്പണമെന്നാണ് അതിന് പറയുക. അങ്ങനെ ആ എണ്ണാപ്പണം 3 പ്രാവശ്യം 2 കൈകൊണ്ടും നല്ല മനസ്സോടെ വാരി ചുമന്ന പട്ടിനകത്ത് കെട്ടി ഈ പണവുമായിട്ട് ആ വരദേവതാ സ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇത് തലയിൽ വെച്ച് ചുമ്മണം. തലയിൽ ചുമ്മിയിട്ട് തലയിൽ വെച്ച് 3 പ്രദക്ഷിണം ചെയ്ത് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ സങ്കല്പം നമുക്ക് എടുക്കാൻ പറ്റാത്ത, നമുക്ക് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകേണ്ട അത്രയും പണം, അത്രയും ധനം ഞാൻ ദേവിക്ക് തരുന്നു എന്ന സങ്കല്പമാണ്. ആ സങ്കല്പം നല്ല മനസ്സോടാണ്, അത് ദേവി സ്വീകരിക്കും. അപ്പോൾ ഈ എണ്ണാപ്പണം അത് 3 പ്രാവശ്യം വലം ജയിച്ച് പ്രദക്ഷിണം ചെയ്ത് ദേവിക്ക് സമർപ്പിച്ച് സാഷ്ടാംഗം വീണ് തൊഴുത് മുട്ടി പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും നേരെയാവും. ഹരിയും 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 ഭഗവാൻ 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 ഗുരുവായൂരപ്പ ഭഗവാൻ.